ബിസിനസ്സിൽ കൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും കിട്ടാൻ വെച്ച ഏറ്റവും നല്ല ഉൽപ്പന്നമാണെന്നുള്ള കൃത്യമായ തിരിച്ചറിവും അതിലുള്ള വിശ്വാസവുമാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഒരു ബിസിനസ്സിലെ ആളുകളെ കൊണ്ട് കുറെ ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുകയും ഇതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വാരാമെന്ന് പറയുന്നതിന് പകരം നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ട നന്മകൾ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ബോധ്യമാണ് നമ്മളെ ഏറ്റവും മുൻനിരയിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സമയത്തും നമ്മുടെ പ്രൊഡക്റ്റുകളെ പറ്റി കൃത്യമായ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പൊതുവെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത 2 പ്രൊഡക്റ്റുകൾ തന്നെയാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ഉള്ളതുമായ 2 പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് ഒന്ന് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം. വൂണ്ട് ഹീലിംഗ് ക്രീം വളരെ കുഞ്ഞൻ പ്രൊഡക്റ്റാണ്, വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ്, എങ്കിലും ഇതിന്റെ റിസൾട്ട് ഏറ്റവും ഉയരങ്ങളിലുമാണ്. മറ്റൊന്നാണ് ഐ എനർജി. നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന ഐ എനർജി. ഈ 2 ഉൽപ്പന്നങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുക, ആ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിനുശേഷം നിങ്ങളുടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകളെ നമ്മൾ ഇത് സൂം പ്ലാറ്റ്ഫോമിൽ നമ്മളൊന്ന് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലാദ്യം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന മുറിവിനും പൊള്ളലിനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രധാനമായും അതിൽ 7 ചേരുവകളാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് സാൽറസിൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു മരത്തിന്റെ കറയാണ് സാൽമരം എന്നൊക്കെ പറഞ്ഞ. സാൽമരം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ വാണിജ്യാടിസ്ഥാനത്താണ് റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ പണ്ട് കാലങ്ങളിൽ റെയിൽവേ പ്ലാറ്റ്ഫോം, ഇപ്പൊ അടിയുടെ സ്ലീപ്പറായിട്ട് ഇടുന്ന കോൺക്രീറ്റ് പീസ് ആണെങ്കിൽ പണ്ട് കാലങ്ങളിൽ മരങ്ങളായിരുന്നു ഇട്ടത്. ആ മരത്തിൽ ആ സ്ലീപ്പർ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു മരമാണ് സാൽമരം എന്ന് പറയുന്നത്. അതിന്റെ കറയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കണ്ടന്റ്. ഈ സാൽമരത്തിൽ നിന്ന് കിട്ടുന്ന റസിൻ, ഈ റസിൻ ഒരുപാട് ഔഷധ മൂല്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായും ഈ ഔഷധ മൂല്യം കൊണ്ട് പ്രമേഹ രോഗത്തെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. ആയുർവേദത്തിൽ പ്രമേഹ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ടും നമ്മളെ സാൽറസിൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെവി കേൾക്കാത്ത ആളുകൾക്കൊക്കെ ചില മരുന്നുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്തും ഈ പറയുന്ന കറ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബധിരതയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ച കാലത്ത് ആളുകൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ വൈദ്യന്മാർ ഉപയോഗിച്ച ഒരു കണ്ടന്റ് ആണെന്ന് ഈ സാൽറസിൻ എന്ന് പറയുന്ന കറ. ഈ കറ നമ്മുടെ മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഉണങ്ങാത്ത മുറിവുകൾ പലർക്കും ചെറിയ ആളുകൾക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ഷുഗർ പേഷ്യന്റ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും ഉണങ്ങാതെ കുറെ കാലമൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ആ ഉണങ്ങാത്ത മുറിവുകളെ പോലും ഉണക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന സാൽറസിൻ എന്ന് പറയുന്ന ആ റസിനുണ്ട്, അല്ലെങ്കിൽ കറക്കുണ്ട്. മറ്റൊന്നാണ് ഉങ്ങ് എന്ന് പറയുന്നത്. ഉങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോഡ് സൈഡിലൊക്കെ ഗവൺമെന്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. എൻ്റെ ലൊക്കേഷനിൽ, ഞാൻ ജീവിക്കുന്ന ലൊക്കേഷനിൽ പേരാമ്പ്ര മുതൽ കുറ്റ്യാടി വരെയുള്ള ആ ലൊക്കേഷനിലൊക്കെ ഇഷ്ടംപോലെ മരത്തൈകൾ റോഡ് സൈഡിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഉങ്ങാണ്. അതിന്റെ വിത്താണ് സാധാരണ നമ്മുടെ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, സീഡാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലത്തിന്, സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വരണ്ട ചർമ്മം പോലുള്ള പ്രശ്നങ്ങൾ, എന്താ പറയാ, സ്കിന്നുമായി ബന്ധപ്പെട്ട് പൊട്ടുന്ന ചില ചർമ്മങ്ങളൊക്കെ പൊട്ടുന്ന ചർമ്മങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് പിണ്ട് കയറി പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ദഹന പ്രക്രിയക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അതല്ല ഉപയോഗിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഗട്ട്സിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതായത് എന്താ പറയാ, നമ്മളെ അന്നനാളം മുതൽ അങ്ങോട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അതിന് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൻ ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ ഇത് അടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഒന്ന് നമുക്കറിയാം, നമ്മളെ ബ്ലഡ് പ്യൂരിഫയറിലൊക്കെ അടങ്ങിയിട്ടുള്ള മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ ഗ്ലോയിങ് സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് പൊതുവെ ഒരു സ്കിന്നിന്റെ മുറിവിന് മാത്രമല്ല, വൂണ്ട് ഹീലിംഗ് നമ്മൾ പല ആളുകളും മുഖത്തൊക്കെ തേക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗ്ലോയിങ് സ്കിൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു സൂത്തിങ് എഫക്റ്റ്, നല്ല സ്മൂത്ത്നെസ് കിട്ടാനും സോഫ്റ്റ് ആയ സ്കിന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. യഥാർത്ഥത്തിൽ എന്താ പറയുക, സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് വേണേൽ പറയാം. നമുക്ക് മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ മാത്രമല്ല, അല്ലാതെ തന്നെയും നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മൂത്ത് സ്കിൻ, സോഫ്റ്റ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും ഗ്ലോയിങ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ടാണ് നമ്മുടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ നമ്മളെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം അത് ഉപയോഗിക്കുന്ന പറയുന്ന സമയത്ത് ചില ആളുകൾ പറയും, സാറേ എനിക്ക് വൂണ്ട് ഹീലിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, മുഖക്കുരുവിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് വേറെയും കാരണമുണ്ട്. ഇതിനടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് ആണ് ദേവദാരു തൈലം. അത് അതിന്റെ സ്റ്റെമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദേവദാരു എന്ന് പറയുന്ന മരത്തിന്റെ അതിന്റെ തൈലം, അത് അതിന്റെ സ്റ്റെമ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ദേവദാരു തൈലത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, മുഖക്കുരു മാറ്റാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളും പറയാറുണ്ട്, മുഖക്കുരു വരുന്ന സമയത്ത്, ചെറിയൊരു തടിപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുറച്ച് വൂണ്ട് ഹീലിംഗ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല, അത് മങ്ങിപ്പോകും എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ദേവദാരു തൈലവും ഈ പറയുന്ന ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു ചെടിയും അല്ലെങ്കിൽ അതിന്റെ സ്റ്റെമ്പാണ്, അതിന്റെ കമ്പാണ് ഉപയോഗിക്കുന്നത് മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന രണ്ട് കണ്ടന്റുകൾ മൂക്കുരു മാറ്റാൻ ബെസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താകും, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മൂക്കുരിനൊക്കെ നല്ല മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ, ചർമ്മരോഗമാണ്. ആ സോറിയാസിസ് പോലുള്ള, അതുപോലെ തന്നെ സ്കാബീസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ എക്സിമ, ഇതിനൊക്കെ നല്ല ഗുണം കിട്ടും. അതേപോലെ തന്നെ ഇത് താരന് നല്ലതാണ്. പക്ഷെ താരൻ നമ്മൾ ഉപയോഗിക്കാറില്ല. തലയിൽ വേണം തേക്കാം, പ്രശ്നവുമില്ല. പക്ഷെ തലയിൽ തേക്കാൻ നമ്മളത് വേറെ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മൾ പൊതുവെ ഇതിനെ മുറിവ്, പൊള്ളല്, ചതവ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കറ്റാർ വാഴയുണ്ട്. കറ്റാർ വാഴ നമുക്കറിയാം, അതിന് തണ്ടും കായൊന്നും ഇല്ല, അതിന് ഇല മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ ഉപയോഗിക്കുന്ന ലീഫാണ്. ഇതും ഉണങ്ങാത്ത മുറിവുകൾ, ഇത്രയും കാലപ്പഴക്കമുള്ള ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങാനും, പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന കറ്റാർ വാഴ എന്ന് പറയുന്ന കണ്ടന്റ്. മറ്റത് ടീ ട്രീ ഓയിലാണ്. ഇതിനും ഉണ്ടാകുന്ന ഇതിന്റെ ഒരു ഗുണമാണ് പല ആളുകളും എനിക്ക് കുഴിനകത്തിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയാനുള്ള കാരണം. ഈ നഖത്തിനിടക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ബാക്ടീരിയകൾ അല്ലെങ്കിൽ നെയിൽ ഫംഗസ് എന്നുള്ളത് പറയാം, നഖത്തിനിടക്കുണ്ടാകുന്ന ഫംഗസുകൾ, ഇതാണ് കുഴിനകമായി മാറുന്നത്. ഈ കുഴിനകത്തിനെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഈ ടീ ട്രീ ഓയിലിനുണ്ട്. അതിന് വേറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലും കുറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലുള്ള ഗുണം പേൻ ശല്യത്തിന് ഒഴിവാക്കാൻ ഈ പറഞ്ഞ ടീ ട്രീ ഓയിലിന് സാധിക്കും. അപ്പോ അതും ഒരു ഗുണമാണ്. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടുള്ള, അതായത് സാൽ റസിൻ അടങ്ങിയിട്ടുണ്ട്, ഉങ്ങുണ്ട്, അതുപോലെ തന്നെ മഞ്ചട്ടി, ദേവദാരു തൈലം, മരമഞ്ഞൾ, അതുപോലെ തന്നെ കറ്റാർ വാഴ, ടീ ട്രീ ഓയിൽ, ഇത്രയും കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ഈ വളരെ ചെറിയ കുഞ്ഞനായിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ക്രീം. ഈ വൂണ്ട് ഹീലിംഗ് ക്രീം എന്തിനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പറയുന്നത്, നമ്മൾ പൊതുവെ മുറിവ് പൊള്ളലിനാണെങ്കിലും മറ്റുള്ള ആളുകൾ ഇങ്ങോട്ട് കുഴിനകത്തിനും മൂക്കുരു പോകാനും നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആകാനും എന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് പറയാനുള്ള കാരണം ഈ പറയുന്ന കണ്ടന്റുകൾക്ക് ഉണ്ടാകുന്ന ആ ക്വാളിറ്റിയാണ്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞൻ പ്രൊഡക്റ്റ്, ഇത് ഐ എനർജി. ഇത് പല ആളുകളുടെയും സംശയം, ഇത് കണ്ണിലേക്ക് ഉറ്റിക്കാമോ, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, കണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും ഇതിന് ഉറ്റിക്കാം. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശോഭാഞ്ജൻ പൗഡർ എന്നൊക്കെ പറയുന്ന കേട്ട നമ്മൾ അതിന്റെ മുകളിൽ ശോഭാഞ്ജൻ പൗഡർ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാം. ശോഭാഞ്ജൻ പൗഡർ വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്, ശോഭാഞ്ജൻ പൗഡർ എന്ന് പറയുന്നത്. ശോഭാഞ്ജൻ എന്നൊക്കെ പറഞ്ഞാൽ
മുരിങ്ങയാണ് സാധനം. അപ്പോ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ടുള്ള സാധനമാണ് നമ്മളെ മുരിങ്ങ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമുക്ക് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. മുരിങ്ങയുടെ ഇല പൊടിച്ച് ഭസ്മമാക്കി അതിന്റെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റ് ആണ് ഈ പറയുന്ന സാധനം. മുരിങ്ങ കൊണ്ടുള്ള ഗുണം എന്താ? വൈറ്റമിൻ എ എൻറിച്ച് ആണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലും മികച്ച ഒരു എന്താ പറയാ നാച്ചുറൽ ആക്റ്റീവ്സ് ഇല്ല എന്നാണ് സത്യം. അപ്പോ ശോഭാഞ്ചൻ പൗഡർ മുരിങ്ങ കണ്ണിച്ചെന്ന ഒന്നും സംഭവിക്കാനില്ല, നല്ല തേൻ മാത്രമേ വരൂ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. മറ്റൊരു പുനർനവയാണ് തഴുതാമ. തഴുതാമ കൊണ്ട് ഞാൻ എല്ലാ പ്രൊഡക്റ്റും സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, പുനർനവ, വീണ്ടും പുതുതാക്കുക, പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക, ഇങ്ങനെ കുറെ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് തഴുതാമ. സ്വാഭാവികമായിട്ടും കണ്ണിലേക്ക് ഉറ്റിച്ചു കഴിഞ്ഞാൽ തഴുതാമയുടെ എക്സ്ട്രാക്ട് കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാലിന്യങ്ങളെ നന്നായി നീക്കം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഈ പറയുന്ന തഴുതാമക്കുണ്ട്. മറ്റൊന്ന് മരമഞ്ഞൾ. മരമഞ്ഞളിനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അത് മരമഞ്ഞൾ കൊണ്ട് ഒരുപാട് ഗുണം എന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് സ്കിന്നിനും അതുപോലെ തന്നെ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണം, മരമഞ്ഞൾ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവണം. ഈ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ പറയുന്ന മരമഞ്ഞൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ കർപ്പൂരത്തിന് വേർതിരിച്ചെടുക്കുന്ന കർപ്പൂരാതി തൈലവും അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർപ്പൂരം ഔഷധ മൂല്യമുള്ള ഒരു കണ്ടന്റ് ആണ്. കർപ്പൂരത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ക്ലീനിങ് കപ്പാസിറ്റിയാണ്. കർപ്പൂരം പൊതുവെ നമുക്ക് അന്തരീക്ഷമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കത്തിക്കാറുള്ളത്. കർപ്പൂരം കത്തിച്ചാൽ അന്തരീക്ഷം ക്ലീൻ ചെയ്യപ്പെടും, അതിൽ അവിടെയുള്ള ബാക്ടീരിയകൾ ഒക്കെ നശിക്കും എന്നുള്ളതാണ് കർപ്പൂരം കത്തിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരമാണ്. ആ കർപ്പൂരം കത്തിച്ചാൽ വായു മലിനീകരണത്തെ ഒഴിവാക്കുക, വായുവിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കർപ്പൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ശുദ്ധീകരിച്ച കർപ്പൂരം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർപ്പൂരം കണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ, കർപ്പൂരം നേരിട്ട് കൊണ്ട് കണ്ണിൽ പിടിപ്പിക്കാൻ പറ്റില്ല, സംസ്കരിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ ഔഷധ മൂല്യം മാത്രം എടുത്ത് ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കർപ്പൂരമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ആ ജലം ഉണ്ടല്ലോ, വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എന്താ അറിയാം? പനിനീരാണ് ഇതിനകത്തുള്ളത്. പനിനീർ പണ്ട് കാലം മുതലേ കണ്ണിലുറ്റിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും കണ്ണിലൊരു മുറിവുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും? കൊണ്ടുപോയി പനിനീരിട്ടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പനിനീരിന് വേറൊരു ഗുണമുണ്ട്, മുറിവുകൾ ഉണക്കാൻ സഹായിക്കും. കണ്ണിൽ ചെറിയ മുറിവോ അല്ലെങ്കിൽ പൊടി പോയ സമയത്ത് നമ്മളൊന്ന് കണ്ണ് തുരുമ്പോ ചെയ്ത സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറെ മുറിവുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ മുറിവുകളെ നന്നായി ഉണക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന പനിനീരിനുണ്ട്. അതേപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ്, ബാക്ടീരിയകളെ നശിപ്പിക്കാൻ. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കണ്ണുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും എല്ലാ സമയത്തും തുറന്നു വെച്ച കണ്ണുകൾ തുറക്കലും അടക്കമൊക്കെ ചെയ്യുന്നുണ്ട്. ആ അടക്കുന്നത് തുറക്കാനും അടക്കാനുള്ള കപ്പാസിറ്റി കണ്ണിന് ഉണ്ടാക്കി വെച്ചത് വരുന്ന ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നമ്മളെ കണ്ണിലേക്ക് വരുന്ന പൊടിപടലങ്ങളെ അത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യുക, അവിടെ നിന്ന് വൈപ്പ് ചെയ്യുക. ആ ഉദ്ദേശത്തിലാണ് ദൈവം അങ്ങനെ സൃഷ്ടി ഉണ്ടാക്കി വെച്ചത്. തുറന്നടച്ച് ഇങ്ങനെ കളിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടല്ല, ഓട്ടോമാറ്റിക്കായി നടക്കുന്നത്. കുറെ നേരം തുറന്നു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജന്മസിദ്ധമായ കഴിവൊക്കെ നമുക്ക് തന്നത് ഓട്ടോമാറ്റിക് ക്ലീനിങ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ ഇത് അറിയാതെ നടക്കുന്നതാണ്. ആ ക്ലീനിങ്ങിന് വൈപ്പ് ചെയ്യാൻ വേണ്ടി കണ്ണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കുറെ പൊടിപടലങ്ങളും ഒക്കെ നമ്മളെ ബാക്ടീരിയകളൊക്കെ നമ്മളെ കണ്ണിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികം ഇതിനൊക്കെ തുടച്ചു നീക്കാൻ കപ്പാസിറ്റിയുള്ള കണ്ടന്റുകളാണ് ഇതിനകത്തുള്ളത്. പനിനീർ നന്നായി തുടച്ചു നീക്കാൻ സഹായിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ കണ്ണിന് വേണ്ടുന്ന വൈറ്റമിൻസിനെ നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മളെ മുരിങ്ങ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ശരിക്കും നമുക്ക് ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. കാരണം ഏത് വീട്ടിൽ പോയാലും 2 വൂണ്ട് ഹീലിംഗ് അവിടെ കൊടുക്കാം. കാരണം എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്. ഒന്ന് വാഹനത്തിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും അടുക്കള ഉണ്ടാവും, അടുക്കളയിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും 2 സ്ഥലത്ത് ഇത് കൊടുക്കാം. ഇനി ഈ പറയുന്ന ഐ എനർജിയെ പറ്റി ഒറ്റ കാര്യം പറയാനുള്ളത്, ഇത് പൊതുവെ നമുക്കറിയാം റോസ് വാട്ടർ ഒക്കെയാണ്. എന്ത് തന്നെയായാലും ഒരുപാട് കാലം തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തും ചീത്തയാവും. ഭൂമിയിലുള്ള എല്ലാ സാധനവും ചീത്തയാവും, നശിക്കുകയൊക്കെ ചെയ്യും. അപ്പോ ഔഷധ മൂല്യമൊക്കെ ഉണ്ടെങ്കിലും നശിക്കാത്തതായിട്ടൊന്നും ഭൂമിയിലില്ല. സ്വാഭാവികമായും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്.
1 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ എടുത്ത് ദൂരെ കളയണം. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് ഉപയോഗിക്കുക. അത് മാത്രമല്ല അതിന്റെ ക്യാപ്പ് കൃത്യമായിട്ട് ഇടണം. നേരെ കണ്ണിലേക്ക് ഉറ്റിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്പ് നന്നായിട്ടിട്ട് ടോപ്പിട്ട് നല്ല ക്ലിയർ ആയി ചൂടോ വെയിലോ ഒന്നും തട്ടാത്ത സ്ഥലത്ത്, പൊതുവെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലത്, വെയിലും ചൂടും തട്ടാത്ത സ്ഥലത്തേക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള, ചില ആളുകൾ പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുപോകണമെന്ന് ചോദിക്കും, ഒരിക്കലും ചെയ്യേണ്ടതില്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ടെമ്പറേച്ചറിൽ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രശ്നമില്ല, ആ രീതിയിൽ സൂക്ഷിക്കുക. അപ്പൊ ഏതായാലും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 2 പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഇഷ്ടംപോലെ റിസൾട്ട് ആളുകൾ നമ്മുടെ ടീമിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് സമൂഹത്തിലുണ്ട്. എങ്കിൽ നമുക്ക് ഇന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന ആളുകൾക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് എന്താണെന്ന് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഈ ബിസിനസ്സിൽ നമ്മളോടൊപ്പം നിന്ന് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചതൊക്കെ ഇഷ്ടംപോലെ റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മികച്ച ട്രെയിനിങ് എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ GTS സെന്ററിൽ പോയി കഴിഞ്ഞാൽ പലർക്കും നിങ്ങൾക്ക് അറിയാം, അവിടെ ആദ്യത്തെ 40 മിനിറ്റ് സെഷൻ ബിസിനസ് പ്രസന്റേഷൻ ആണ്. പുതിയ ഒരാളെ സംബന്ധിച്ചോളം ഒന്നും തലയിൽ കയറിയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ സംസാരിച്ച പല ആളുകളുടെ എക്സ്പീരിയൻസ് ഇവരുടെയൊക്കെ മൈൻഡിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവരെ മാറി ചിന്തിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കിവിടെ ആവശ്യം പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത് കിട്ടിയ റിസൾട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാ ആളുകളും ഇന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എനിക്ക് ആദ്യമായി റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് നമ്മുടെ ഓൾഡ് ഹീലിംഗ് ക്രീമാണ്. ജൂൺ കഴിഞ്ഞു, പിറ്റേത്തെ മാസം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ചോറ് വാർക്കുമ്പോൾ കൈപൊള്ളി. അപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഐസോ പേസ്റ്റ് ആറ്റം വെക്കട്ടെ. ഞാൻ പറഞ്ഞു ഒന്നും വെക്കണ്ട, നമ്മളെ ചോന്ന ഈ ബോണ്ട് ഹീലുള്ള സാധനം എടുത്ത് വെച്ച് നോക്ക്, നമുക്ക് അതിനെ പറ്റി റിസൾട്ട് കിട്ടുമല്ലോ, ഇനി വെച്ച് നോക്ക്, ഫസ്റ്റത്തെ പരീക്ഷണം പോലെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഒരു ഞായറാഴ്ചയാണ് കല്യാണത്തിന് പോയതാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ കൈ വന്നൊരു വെള്ള പൊടി കാണുന്നു. ബോള് പറഞ്ഞ് ഇതല്ലേ നേരത്തെ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ കൈ പൊള്ളിക്ക്. ആ സാധനം വെച്ചാൽ വീടിയ പൊള്ളിയൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താക്കിണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു മുറിച്ചിലോ ഒന്നുമില്ല. സാധാരണ എങ്ങനെ ഒരു തുള്ളി വെള്ളിച്ചാൽ തന്നെ നല്ലോണം പുകച്ചിലെടുക്കുന്നതാണ്. ശരിയില്ല, ഇതിച്ചിട്ടോ ഒരു പുകച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എവിടെയാന്ന് പോലും പറയില്ല, ഇപ്പൊ ഒരു വെള്ളപ്പൊടി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഓള് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നൊരു വ്യക്തി എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് അപ്പുറങ്ങളെ എന്നോട് പറഞ്ഞ് എൻ്റെ മോനിക്ക് സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ പോക്കോൾ വന്ന് ഇത് പൊള്ളിയിട്ടുണ്ട്, അതിന് പറ്റുമോ? ഞാൻ പറഞ്ഞ അജ്മല പറ്റാനൊന്നുമില്ല, പ്രശ്നമില്ല. ഇപ്പൊ എന്താക്കി അവനിപ്പോ എന്താക്കി കൊടുത്ത് അവനെ 2 ദിവസം വിളിച്ചു വെച്ചാൽ അജ്മല എങ്ങനെയുണ്ട് ഇതിന്റെ പ്രോഡക്റ്റ്? നല്ല സുഖമുണ്ട്, അസലിന് പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിനെ എന്തായിപ്പോയി നല്ല കുറവുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഓൾഡ് ഹീലിംഗ് ക്രീം. അതുപോലെ തന്നെ ഐ എനർജി എൻ്റെ പെങ്ങളെ കുട്ടിക്ക് ഞാൻ എന്തായി കൊടുക്കും, ഓളെപ്പോഴും പറയും എൻ്റെ കണ്ണെപ്പോ ഒരു പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ ഓക്കും എന്താക്കി 2 വാങ്ങിയിട്ട് ഓക്കും കൊടുത്ത് ഓൾ മറിക്കും. നല്ല സുഖമുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഐ എനർജി എന്നുള്ളത്. വൂണ്ട് ഹീലിന്റെ എനിക്ക് തന്നെ റിസൾട്ട് കൈ പൊള്ളിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ എൻ്റെ ഭാര്യക്ക് ചായ അടുപ്പത്ത് വെച്ചപ്പോ കൈയിന്റെ പുറം പൊള്ളിയിട്ട് അത് തേച്ച് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അതുപോലെ ഇപ്പൊ അടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് എൻ്റെ കസിന് ഒരു ബീഫ് സ്റ്റാൾ നടത്തുകയാണ്. അപ്പോ ഒരു 10-25 വയസ്സായ ഒരു പയ്യനാ, നല്ല ആരോഗ്യമുള്ള. ഇപ്പോ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് ടെമ്പോ ബുള്ളറ്റിന്റെ ബാക്കിലിടിച്ച് ആക്സിഡന്റ് ആയി സാരമായ പരിക്ക് പറ്റി. കൈയിന്റെ 2 പള്ളയും ഫുള്ള് റോഡിൽ എറിഞ്ഞ് മുറി തൊലി കംപ്ലീറ്റ് പോയി, വലിയ മുറിവായി. അപ്പൊ ഞാൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് ചോദിച്ചു എന്താ കയ്യില് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ അറിഞ്ഞില്ലേ എന്റെ കൈ ആക്സിഡന്റ് ആയി, അങ്ങനെ മുറിവാണ്, ഭയങ്കര വേദന, നിൽക്കാൻ കഴിയണില്ല, ബീഫൊന്നും കട്ട് ചെയ്യാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഓയിൽമെന്റ് തരം നീ തേക്ക് വെച്ചു. ഓക്കെ, ഞാൻ എന്ത് തന്നാലും ഞാൻ ചെയ്യാം, അത്രക്ക് വേദന സഹിക്കണില്ല, ബ്ലഡ് ഒക്കെ കിനിഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോ രാവിലെ കടയിൽ വന്നു, ഞാന് വൂണ്ട് ഹീലും അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂളും കൊടുത്തു. എന്ത് പറയുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വീണ്ടും രാവിലെ ചോദിച്ചു എന്താ മാറ്റം ഉണ്ടെന്ന്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 2-3 ദിവസം പിന്നെ ഞാനവിടെ പോയില്ല. ഞാൻ കുറെ യാത്രയിലും ഇതിലും ആയത് കാരണം
ഒരു നാലോ അഞ്ചാമത്തെ ദിവസം ഞാന് വീണ്ടും പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് സുബൈക്ക് അവനെ ചോദിച്ചു എങ്ങനെ റിസൾട്ട് എന്ന്. അവന് തമ്പടിച്ച് പറഞ്ഞു, കാക്ക അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, അങ്ങനത്തെ ഒരു മരുന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അപ്പോഴേക്കും ഈ അഞ്ചാമത്തെ ദിവസത്തിന് കംപ്ലീറ്റ് എന്റെ തൊലി ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് വരെ 10-12 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ കൈമ കംപ്ലീറ്റ് രണ്ട് സൈഡിലും പാട് പോലും ഇല്ലാതെ തൊലി ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് ഒന്ന് വരുന്നുണ്ട്. അത് ആ ഒരു കടയിൽ വരുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് അവന് ആ റിസൾട്ട് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. വോണ്ടീലിങ്ങും എനർജിയാണ്. വോണ്ടീലിങ് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ കാലില് ചെരുപ്പ് ഇട്ടിട്ട് വന്നൊരു മുറിവുണ്ടായിരുന്നു. അതായത് തള്ളവിന് കുറച്ച് മുകളിലായിട്ട് എല്ലിന് സ്ഥലത്ത്. അത് 2-3 പ്രാവശ്യമായിട്ട് ദിവസം കൊണ്ട് തന്നെ ശരിക്കും എന്തായി, ആ ചെരുപ്പിന്റെ മുറിവ് ഉണങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന കറുത്തൊരു പാടുണ്ടായി, നല്ല രീതിയിൽ കറുപ്പ് പാടുണ്ടായിരുന്നു. പക്ഷെ ആ കറുപ്പ് പാടുകളൊക്കെ മാറി കിട്ടി. അവരുടെ വീട്ടിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പുറത്ത് ഒരാൾക്ക് കൊടുത്തിട്ടും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ കറുത്ത പാടിന്, കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുത്ത പാടിന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അല്ലാത്ത തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഐ എനർജി ഞാൻ ഉപയോഗിച്ചതാണ്. കണ്ണിന് വേദന, അതായത് മൊബൈൽ നോക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കണ്ണിന് പിന്നീട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അത് മൊബൈൽ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പുറത്തൊരാളെ നോക്കിക്കഴിഞ്ഞാൽ ആളെ കാണാൻ പറ്റാതെ മങ്ങിയത്, കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ ആളെ മുഖം തന്നെ, ആളെ രൂപം കാണാം, പക്ഷെ മുഖം തെളിഞ്ഞ് കാണൂല, ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അത്രയും കാഴ്ചകൾക്കൊക്കെ നല്ലൊരു മാറ്റം ഐ എനർജിയിലൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മകന് വെൽഡിങ്ങിന്റെ പുക കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണ് നല്ല ചുവപ്പും, ഈ വെൽഡിങ്ങിന്റെ പുകയെല്ലാം കണ്ണിന് കൊണ്ട ആളുകൾക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. അത് 2 നേരം ഈ ഐ എനർജി ഉറ്റിച്ച് കൊടുത്തിട്ട് വളരെ ക്ലിയർ ആയിട്ടുണ്ട്, കണ്ണിന്റെ ചുവപ്പ് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഐ എനർജീനെ പറ്റി സംസാരിക്കാനുള്ളത്, 3 ലക്ഷം ബിസിനസ് വോളിയം എനിക്ക് തന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ എനർജി. നമ്മുടെ ഇന്നിപ്പോ ആ റിസൾട്ട് കിട്ടിയ ആൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല, എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടാണ്. എന്റെ അനിത കുന്നമംഗലം എന്ന് പറഞ്ഞ നമ്മളെ അനിത മേഡം ഉണ്ട്. ആ മേഡത്തിന് എനിക്ക് കിട്ടുന്നത് അതിന്റെ ഒരു സുഹൃത്ത് വഴി ഒരു വീട്ടിൽ വെച്ചിട്ട് അവിടെ ചെല്ലുന്നത് ഇവർക്ക് നിലവിലുള്ള ഈ അമവാദത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവിടെ എത്തിയ സമയത്ത് ഇവർ എന്നോട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് മറ്റന്നാള് എനിക്ക് കണ്ണിന് ഓപ്പറേഷൻ ആണ്, തിമിരത്തിന്റെ ഒരു ഓപ്പറേഷൻ നടത്താനുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സംസാരിക്കാൻ വന്നു എന്നുള്ള ഇതിലേക്കായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്നേരം ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ കാണുന്നത് ചെറിയൊരു മങ്ങിച്ച കളറ് കറക്റ്റ് കാണുമല്ലോ, നീല കളറാണെങ്കിൽ എന്തോ ഒരു ചെറിയൊരു നീല പോലെ ഇങ്ങനെ കാണുകയുള്ളൂ, യാത്രയ്ക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ മറ്റന്നാളത്തേക്ക് ഈ പരിപാടി പറഞ്ഞതാണെന്ന്. അന്നേരം ഞാൻ കോഴിക്കോട് നിന്ന് പർച്ചേസ് ഐ എനർജി എന്റെ ബാഗിലുണ്ട്, പർച്ചേസ് ചെയ്ത് വരുന്ന വഴിയിലായിരുന്നു സംഭവം. അങ്ങനെ ഞാൻ യാതൊരുവിധ പരിചയമില്ലെങ്കിലും അവരെ കണ്ട സമയത്ത് എനിക്ക് തോന്നി കണ്ണിങ്ങനെ വല്ലാത്തൊരു ഗ്ലാസ് കണ്ണടയൊക്കെ വെച്ചിട്ട് നിൽക്കല്ലേ, നിങ്ങളൊരു അന്ന് ചെരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞ് ഇരുന്ന കസേരന്റെ മുകളിൽ നിന്ന് 2 തുള്ളി ഈ 2 കണ്ണിൽ വെച്ചു കൊടുത്ത് 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ 5 മിനിറ്റ് കഴിഞ്ഞ് അവര് കണ്ണ് തുറക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എന്നെ കളിയാക്കി, നിങ്ങളുടെ പ്രോഡക്റ്റ് അപാര പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ കളിയാക്കുന്നത്. നോക്കുമ്പോ അതുവരെ കണ്ടിരുന്ന ആ കള്ളി ഷർട്ടും ഓരോരോ കളറും ഉള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് ഈ 5 മിനിറ്റ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. മാത്രവുമല്ല അന്ന് ഈ ഒരു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് വരികയും ഇന്ന് വരെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഇപ്പോഴും അതേ രീതിയിലേക്ക് തന്നെ നല്ല കാഴ്ചയോടുകൂടി പോകുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഐ എനർജി വിറ്റതും അനിതാ മേഡാണ്. അത് വല്ലാത്തൊരു അനുഭവം തന്നെ. അതിനുശേഷമാണ് അവർ മറ്റുള്ള 95 പല പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ആയത്. അല്ലാതെ ബിസിനസ് ചെയ്യണമെന്ന് ഒന്നും വിചാരിച്ച് വന്നതല്ല. ഈ ഒരൊറ്റ ഐ എനർജി 150 രൂപന്റെ ആ ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ഏകദേശം 3 ലക്ഷത്തിന്റെ ബിസിനസ് വോളിയം കൊണ്ടുവന്നത്. രണ്ടാമത്തത് സാറ് പറഞ്ഞ അതേപോലെ തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബോണ്ട് ഹീലിംഗ്. ബോണ്ട് ഹീലിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ ഞാൻ നമ്മളെ എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്ടതാണ് എന്റെ മോന്റെ ഒരു ആക്സിഡന്റിന്റെ ഒരു കേസ്. മോനും അതുപോലെ തന്നെ മരുമകനും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. അതില് ഹോസ്പിറ്റലിൽ നേരെ വരെ ആൾക്കാരെടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് കാണിച്ച് അന്നേരം അവരെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ അല്ല വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ 2 വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ മകനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ എഴുതി കൊടുത്ത് ഒന്നും ഇത് ചെയ്യാതെ നേരെ വീട്ടിൽ വന്ന് ഇവിടുന്ന് നമ്മളെ വൂണ്ട് ഹീലിംഗ് കണ്ണിന്റെ ഇതിന്റെ അടുത്ത് തന്നെയാണ്, ഭയങ്കര പേടിക്കേണ്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. ലേശം തെറ്റി കഴിഞ്ഞാൽ കണ്ണു പോകും. ആ ഏരിയയിൽ നന്നായിട്ട് ചേന ചെത്തിയോണം മൊത്തം സൈഡിലും ഉണ്ടായിരുന്നു. അപ്പൊ അവനത് വരട്ടി മറ്റേ ആൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്താൽ മരുന്നു. അതുപോലെ തന്നെ പിറ്റേന്ന് വീണ്ടും വേദന അധികമാക്കിയ സമയത്ത് MMCയിലും പോയി. ഏകദേശം അവരെ മരുമകന്റെ മുറി ഉണങ്ങുന്നത് ഏകദേശം ഒരു 20-21 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ മകൻ്റെത് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക്
ചെറിയൊരു പാടല്ലാതെ അങ്ങനത്തെ ഒരു സംവിധാനം വല്ല സംഭവം പറ്റിയെന്ന് പറഞ്ഞ ഇതിലേക്ക് യാതൊരു കലവും ഇല്ലാത്ത രീതിയിൽ മാറി അവൻ ജോലി സ്ഥലത്തിൽ 7 ദിവസം കഴിഞ്ഞ് ലീവ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി ആക്സിഡന്റ് എന്നൊക്കെ വെറുതെ പറഞ്ഞല്ലേ എന്നുള്ള ഇതിലേക്ക് ചോദിക്കുന്ന രീതിയിലേക്കും മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ്. മാത്രമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതിന്റെ വില മാറ്റണം എന്നാണ്. 214 ഉറുപ്പിക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് ശരിക്കും മിനിമം ഒരു 750 രൂപേന്റെ മേലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളെ ഈ അളവിലുള്ള ഒരു സാധനം എന്നാണ്. മാർക്കറ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പൊള്ളിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇതിന് കൊടുക്കുന്നതിന് ചെറിയ 5 ഗ്രാമിന് കൊടുക്കണം 398 രൂപ വരെ. അപ്പോൾ അത് തന്നെ എത്രയോ സമയം തേച്ച് കഴിഞ്ഞാലാണ് മാറുന്നത്. നമ്മളെ ഈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആണ്. കൈ പൊള്ളിയിട്ട് ഇലക്ട്രിസിറ്റി ലൈനിന്റെ മുകളിൽ പിടിച്ചു പോയിട്ട് പൊള്ളിയ ഒരു മാറാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ലാസ്റ്റിൽ നമ്മളത് കൊടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഏത് രീതിയിലായാലും മൈ ലൈഫ് ബിസിനസ് ചെയ്യുന്നവരായാലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ വീട്ടിലും ഒരു പുണ്യപ്രവൃത്തി പോലെ കൊടുക്കേണ്ട 2 പ്രോഡക്റ്റുകളാണ് ഐ എനർജിയും ഇതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗും. വൂണ്ട് ഹീൽ പറയുമ്പോൾ എനിക്ക് 1000 നാവുണ്ടാവും. വൂണ്ട് ഹീലിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1, 2, 3, 10 എന്നല്ല റിസൾട്ട് ഉള്ളത്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു കുട്ടിക്ക് രാത്രി 11 മണി സമയത്താ എന്തോ ഒന്ന് കളിച്ചതായിരിക്കും, ജനലിന്റെ ഇത് തട്ടിയിട്ട് തല പൊട്ടി. ഞാൻ ഉറങ്ങിപ്പോയിട്ട്, ഞാൻ നേരത്തെ കിടക്കുവാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ തന്നെ വിളിച്ചപ്പോ ഞാനത് എന്തോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ആദ്യം എഴുന്നേൽക്കാൻ കുറച്ച് വിഷമിച്ചു. പിന്നെ അവരെ ഉസ്താദ് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ പോയിട്ട് നോക്കി, അവരിൽ നിന്നും പോയി നോക്കണല്ലോ. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോ രക്തം ഇങ്ങനെ ഒലിക്കുന്നു. അപ്പോ ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ടുണ്ട്, വേറെ ഒന്നുണ്ടാക്കാൻ നാട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓരോപ്പേക്ക് വെള്ളം ഒഴിച്ച്, വെള്ളമൊക്കെ പറഞ്ഞ് വെള്ളം കുടിപ്പിച്ചിട്ട് വെള്ളം തലയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ഇപ്പൊ എവിടെയും കൊണ്ടുപോകണ്ട, ഇപ്പൊ 2-3 തുന്നുണ്ടി വരും ഉസ്താദ്, എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും, 3 തുന്നുണ്ട കേസല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് കൊണ്ടുപോകാറ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി, ഞാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയാലും ചിലപ്പോൾ ആണെങ്കിൽ സൗകര്യം കിട്ടില്ല എന്ന് വന്നേക്കാം. ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് വെച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൂണ്ട് ഹീൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ശരിക്കും നല്ലോണം ആ വെള്ളം ശരിക്കും ഒപ്പിയെടുത്തിട്ട് അവിടുത്തെ മുടിയെല്ലാം വെട്ടിക്കൊടുത്തിട്ട് ചെറിയ കത്തിലോട്ട് വെട്ടിക്കൊടുത്തിട്ട് അങ്ങ് തേച്ചു കൊടുത്തു. മോനോട് പറഞ്ഞു ഇനി മരുന്ന് കിടക്കണ്ട, നീ കമഴ്ന്ന് കിടന്നാൽ മതി, ഇന്നത്തെ കിടത്താൻ കമഴ്ന്ന് കിടന്നാൽ മതിയാണ്, ഇപ്പൊ ബാക്ക് ഭാഗത്താണുള്ളത്, കമഴ്ന്ന് കിടന്നാൽ മതിയാണ്. അങ്ങനെ രാവിലെ ഞാൻ നോക്കി, സുബീസ്കാരത്തിന് പോലെ എഴുന്നേറ്റ് വന്ന് ഞാൻ നോക്കുമ്പോ അവിടെ കൂടി കിടക്കുന്നുണ്ട്. ഈ മുറി കൂടി കിടക്കുന്നു, യാതൊരു മുറിന്റെ അവർ തുന്നിട്ട മാതിരി ശരിക്കും എല്ലാം കൂടി കിടക്കുകയാണ്. ഒരു പ്രശ്നമില്ല. അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ള വൂണ്ട് ഹീൽ എന്ന് മനസ്സിലാക്കുക. വേറെ എത്ര ഉണ്ട് ഞാൻ അതിലേക്ക് പറഞ്ഞു. അയ്യനാജെ സംബന്ധിച്ച് പറയാം. എനിക്ക് വേണ്ടി എനിക്ക് തിമിരത്തിന് ചെറിയ ശാഖ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈ അവിടെ കണ്ണ് ഇത് ഡ്രൈ ആകുന്നുണ്ട്, അതിന് ഞാൻ തരാം, അത് തുള്ളിമരുന്ന് തരാന്ന് പറഞ്ഞു. ആ തുള്ളിമരുന്ന് 2 തുള്ളിമരുന്ന് എഴുതി, ഒന്നെന്തിനാന്ന് ചോദിച്ചപ്പോൾ ഡ്രൈ ആകണേ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് എന്ത് ചെയ്യും, വില ചോദിച്ചപ്പോ 300 രൂപ വില ഒരു ബോട്ടലിന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യ കഴിഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് ഉറ്റിച്ചതിന് ശേഷം ഇത് വന്നതിന് ശേഷം ഞാൻ ഉറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. ഇത് ഉറ്റിച്ചതിന് ശേഷം എനിക്ക് വണ്ടി രാത്രി വണ്ടി ഓടിക്കുന്നതിനുള്ള പ്രയാസങ്ങളില്ല. അങ്ങനത്തെ ഒരുപാട് നേട്ടങ്ങളുള്ള സാധനമാണ് ഈ സാധനം. മാത്രമല്ല ഈ അടുത്ത് എണ്ണ തെറിച്ചിട്ട്, അതായത് അടുക്കളയിൽ നിന്ന് എണ്ണന്റെ തെറിച്ചപ്പോ മോളെ കണ്ണിന് പ്രശ്നം വന്നു. ഉടനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഭാര്യ ഓളെ വീട്ടുന്നല്ലേ. അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 1000 രൂപ ചെലവായി. എന്നിട്ട് 2 ദിവസം മരുന്നിട്ടിട്ടും കണ്ണിന് എന്തില്ല, കണ്ണ് ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ സാധനം ഉണ്ടായിട്ട് ഞാനത് പുതിയൊന്ന് പൊട്ടിച്ചു കാട്ട് 2 തുള്ളി 2 കണ്ണിലും 2 തുള്ളി ചെവിയ എറ്റിച്ചു കൊടുത്തു. 2 നേരം എറ്റിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോഴാ പറഞ്ഞ നമ്മൾ 1000 രൂപ വെറുതെ പോയി. അത്രയും നല്ല ഒരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനിത് നീട്ടിയൊന്നും പറയുന്നില്ല, ഇതിലുള്ള യാഥാർത്ഥ്യമാണ് പറയുന്നത്. അതുകൊണ്ട് വൂണ്ട് ഹീൽ അതേ പ്രകാരം തന്നെ ഇതൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായി ഉപയോഗിക്കും. ഇത് ഇറങ്ങിയത് മുതൽ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഇനിയിപ്പോ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഈ തിമിരത്തിന്റെ അംശം തന്നെ കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു രാത്രി സമയത്ത് ഇപ്പൊ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മറ്റേ വണ്ടിയിൽ ലൈറ്റ് അടിക്കുമ്പോഴൊന്നും യാതൊരു പ്രശ്നമില്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ കഴിഞ്ഞ ദുൽഹജ്ജ് നോമ്പ് കഴിഞ്ഞ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഒന്ന് കാലടിച്ചൊന്ന് വീണ് കാലിന്റെ ഞെരിയാന്റെ മുകളിലായിട്ട് എല്ലിന്റെ ഭാഗം നല്ലൊരു മുറിവുണ്ടായി.
ആ മുറിവ് പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ഒണ്ടിയിലും കൊണ്ട് മാറാനുള്ളതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അത് തേച്ചു. പക്ഷെ 2 ദിവസം എനിക്കൊരു മാറ്റമൊന്നും കണ്ടില്ല. പക്ഷെ എല്ലിലേക്ക് നല്ലൊരു ചതവ് പറ്റിയത് കൊണ്ടൊക്കെയാണ്. നല്ല വേദനയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ കുറേ പോവുകയും ഹോസ്പിറ്റലിലെ ഓയിൽമെന്റുകളും ഇഞ്ചക്ഷനും ഒക്കെ തന്നിട്ടും മുറിവ് ഉണങ്ങിയില്ല. അങ്ങനെ ഒരു 3 മാസമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴും ഇനി സ്കാൻ ചെയ്യാൻ പറഞ്ഞു, സർജറി വാർഡിൽ കാണിക്കാൻ പറഞ്ഞു. സർജറി ഒപ്പിയിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാനിങ്ങിന് പോയപ്പോൾ 1400 രൂപ സ്കാനിങ്ങിന് പറഞ്ഞു. അപ്പൊ എനിക്കതിന് പോകാനുള്ളൊരു ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ബോണ്ട് ഹീലിംഗ് തന്നെ അങ്ങോട്ട് തേക്കട്ടെ എന്ന് വിചാരിച്ച് ബോണ്ട് ഹീലിംഗ് തേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുറിവ് ഉണങ്ങി. പിന്നെ കണ്ണിന്റെ എടുത്ത് കണ്ണട വെച്ചിട്ട് മൂക്കിന്റെ മുകളിൽ 2 ഭാഗത്തും നല്ല കറുത്ത കലയുണ്ട്. ഞാനപ്പം ബോണ്ട് ഹീലിംഗ് ആ മൂക്കിന്റെ അവിടെ തേച്ച് എനിക്ക് ആ മൂക്കിന്റെ ആ കലയും പോയി. ഇപ്പൊ എന്റെ പേരക്കുട്ടി ഇപ്പൊ മുഖത്ത് അവള് പല ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കലുള്ളത്, നമ്മളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവള് പറയും ഞാനിപ്പോ നിങ്ങളെ ബോണ്ട് ഹീലിംഗ് ആണ് മുഖത്ത് തേക്കുന്നത്, നല്ല റിസൾട്ട് ഉണ്ട്. അവള് +1 പഠിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുള്ള റിസൾട്ടുകളും ഉണ്ട് അൽഹംദുലില്ലാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു പെണ്ണിന്റെ കൈയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ കൈ നല്ലൊരു പൊള്ളി വിരലുമ്പോ നല്ലോണം കൊമള പോലെ ചുമന്ന് തൊടുത്ത് കൊമള വരാറായി നിൽക്കാം. അങ്ങനെ ഞാൻ വേഗം ഓടിന്റെ അടുത്ത് തന്നെയായിരുന്നു കല്യാണം. വേഗം വീട്ടിൽ വന്ന് ബോണ്ട് ഹീലിംഗ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വേഗം കൊണ്ടുപോയി തേച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവൾക്ക് സുഖം കിട്ടി. 2ാം പ്രാവശ്യം വീണ്ടും തേച്ച് അവൾ പറയാം നല്ല റിസൾട്ട് ഉണ്ട്, ഇത്രയും ഞാൻ വിചാരിച്ചിരുന്നില്ല, നിങ്ങളെ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാണല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ വാങ്ങാണ്ടിരുന്നു, ഇനി എന്തായാലും എനിക്ക് ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുട്ടി ഒരു 5 വയസ്സായ പെൺകുട്ടി, അവളെ കൈയിന്റെ സൈഡിൽ എന്തോ കടിച്ച് ഒരു ചെറിയൊരു മുറിവുണ്ടായതാ. അത് ഞാന് 3 ഇംഗ്ലീഷ് ഡോക്ടർമാരെ കാണിച്ചു, മാറിയിട്ടില്ല. പിന്നെ ഹോമിയോ കാണിച്ചു, മാറിയില്ല. അപ്പൊ ഒരു ദിവസം നമ്മളെ വോണ്ടിയിൽ എടുത്തിട്ട് അങ്ങനെ കയ്യിലേന്ന് തേച്ചു. ചെറിയ തരി നിറച്ച് മുറികളുണ്ടായിട്ട് അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറുത്തൊരു പാടായിട്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെ അതിന്റെ പുറത്ത് അതങ്ങനെ തേച്ചു കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം തേച്ചപ്പോ അതിന്റെ ആ പൊറ്റം കൊഴിഞ്ഞു പോയി. പിന്നെ അതേപോലെ കാലിലും അതേപോലെ ഒന്നുണ്ടായി. ഈ 2 മുറിവും ഉണങ്ങിപ്പോയത് അത് ഭയങ്കര അത്ഭുതം. നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും പിന്നെ ഈ മുറിവ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ വേഗം വരും, ഈ സാധനം കൊടുക്കും. നല്ലൊരു അനുഭവമാണ്. പിന്നെ അതേപോലെ ഈ സാധനം നമ്മളെ വൈഫിന്റെ കാലിന്റെ കുതിയില് ഈ കാറ്റും സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിണ്ട് കീറുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വിണ്ട് കീറുന്ന സമയത്ത് ഇവള് കാല് നന്നായി ചുടുവെള്ളം കൊണ്ട് കഴുകി നല്ല വാരി ഒപ്പി ഒരു 2-3 പ്രാവശ്യം ഈ നമ്മൾ വോണ്ട് ഹീലിംഗ് തേച്ചപ്പോ അത് മാറിപ്പോയി. പിന്നെ അതേപോലെ തന്നെ വിരലിന് തലപ്പത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്റെ മോന് കാറ്റിന് ചുണ്ട് പൊട്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, അപ്പൊ ഇതിങ്ങനെ വായിലൊക്കെ ആയ വല്ല പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ ആയുർവേദ ഉൽപ്പന്നമല്ലേ, കുഴപ്പമൊന്നുമില്ല, തേച്ചു പറഞ്ഞു. അങ്ങനെ ഓനും തേച്ചു. വോണ്ട് ഹീലുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല റിസൾട്ടാണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ റിസൾട്ടാണ്. എൻ്റെ കാലിന്റെ ഇടയിൽ ഒരു പൂപ്പ് വന്നിട്ട് വെള്ളം ചെന്നിട്ട് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അത് ഞാനത് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കാലക്കും കൈക്കും 2 മുറി പറ്റി, കരിങ്കല്ല് കൊണ്ട് മുറിഞ്ഞതാണ്. അത് ഞാൻ ആദ്യം അത് പുരട്ടി ശക്തിയായ ചോര വന്ന് രക്തം വന്ന് അത് ഞാൻ പുരട്ടി. പിറ്റേ ദിവസം എന്താക്കി, അതിൻ്റെ പഴുപ്പ് വന്ന് ഞാൻ വീണ്ടും അവിടെ തന്നെ അത് പുരട്ടിക്കൊടുത്ത്. ഇന്ന് അതിൻ്റെ ചെറിയൊരു കല മാത്രം അവിടെ ഉണ്ട്, ബാക്കി 2 പെട്ടെന്ന് ഉണങ്ങി. അതുപോലെ തന്നെ എൻ്റെ മകന് കാലിന്റെ ഒരു കുറ്റി അടിച്ചു പോയതാണ് വീണപ്പോ. അത് ഇപ്പൊ ഓൻ തന്നെ എടുത്തു കൊണ്ടുവന്ന് അത് തന്നെ പുരട്ട വാപ്പാന്റെ ഇതുണ്ടല്ലോ അത് ഞാൻ പുരട്ടെന്ന് പറഞ്ഞ അത് ഓൻ തന്നെ പുരട്ട. ഇപ്പം പറഞ്ഞിട്ട് ഞാൻ പറയാനോ, പക്ഷെ എനിക്ക് മദർസ് പോകാനുള്ള തിരക്ക് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മോൻ പോയി. അതിപ്പോഴും ഒന്ന് തീർന്നിക്ക്, ഇപ്പൊ 2ാമത്തെ എടുക്കാൻ നോക്കാന്ന്. അൽഹംദുലില്ലാ. എനിക്ക് വോണ്ട് ഹീലിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയം വൈകിയ വേളയിൽ ഞാൻ കുറച്ച് പറയാണ്. എനിക്ക് തന്നെയാണ് റിസൾട്ട്. എന്റെ കയ്യിന്റെ കുഴിനകം നഖം പോന്ന് വിചാരിച്ചാ, പക്ഷെ നമ്മളെ വോണ്ട് ഹീൽ കൊണ്ട് കൈ ഇപ്പൊ നല്ല റെഡിയായി വന്നിട്ട്. പിന്നെ എന്റെ അനിയന് പണി സ്ഥലത്തുനിന്ന് ടൈൽസ് കൊണ്ട് കൈയിന്റെ വിരല് മുറിഞ്ഞിട്ട് ഒരു 6 സ്റ്റിച്ചൊക്കെ ഇടേണ്ടതുണ്ട്. വോണ്ട് ഹീൽ കൊണ്ട് മാറി. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മളെ വോണ്ട് ഹീല്. പിന്നെ എനർജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അടുത്ത കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അവിടെ നിൽക്കുമ്പക്ക് ഇതൊന്ന് ഒഴിച്ചു നോക്കുക എന്ന് പറഞ്ഞു.
അങ്ങനെ ഇപ്പൊ ഐ എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കണ്ണിന് മോളെ നല്ല കാഴ്ച ഉണ്ട്, നല്ല സുഖമുണ്ട്. ഐ എനർജി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തന്നെയാണ്. എന്റെ ഹസ്ബൻഡിന് തന്നെ കൈക്ക് കുയിനായിട്ട് ഒരുപാട് വർഷമായി. പക്ഷെങ്കില് ഇപ്പൊ ഈ കുയിനത്തിന്റെ മരുന്ന് ഓണ്ട് ഹീല് പെരട്ടിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. എന്താ പറയാ, പിന്നെ എപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ചൂടുവെള്ളത്തിൽ കൈവച്ച് തന്നെ ഇരിക്കല്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നവും ഇല്ല, നല്ല മാറ്റമുണ്ട്. അതുപോലെ ഒരു വളങ്കടിയായിട്ടുള്ള മോന്റെ കാലിന്റെ അടി മൊത്തം പഴുത്തിട്ട് വെള്ളത്തിൽ പോയതാണ്. പക്ഷെ രാത്രി അങ്ങനെ കിടക്കാൻ പറ്റാത്ത അവസ്ഥേനു. അപ്പം മരുന്ന് നല്ലോണം അടി മൊത്ത ഭാഗത്ത് പെരട്ടിയിട്ട് കൊടുത്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല, നല്ല റിസൾട്ടാണ്. അതുപോലെ അടുത്ത അയൽവാസിയുള്ള ചെറിയ മോള് വീണതാണ് ഊഞ്ഞാലുമെന്ന്, നല്ലോണം കൈ കീറിപ്പോയിനേനു. പക്ഷെ ഡോക്ടറെ അടുത്ത് പോകുന്നതിന്റെ മുന്നേ ഒരു അട്ടാഴ്ച കണ്ടിട്ട് ഞാൻ പോയി നോക്കുമ്പോ നല്ല മുറിവാണ്. അപ്പൊ ഈ മരുന്നെടുത്ത് കൊണ്ടുപോയി പെരട്ടിക്കൊടുത്ത്. അപ്പൊ അതും കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷെ അവിടെ എത്തിയാലും ഡോക്ടർ പറഞ്ഞത് തുന്ന് വേണ്ട, ഈ ഓയിൽമെന്റ് ഏതാണോ അത് തന്നെ പെരട്ടി കൊടുക്കുക. അപ്പം എനിക്കെന്താന്ന് വെച്ചാൽ അത് കേട്ടപ്പം തന്നെ നല്ല മനസ്സിനൊരു സന്തോഷം, സമാധാനമായി. ഇപ്പൊ അടുത്തുള്ള ആൾക്കാരെല്ലാം എന്ത് പറ്റിയാലും വേറെ അത് ചോദിക്കാനാണ് വീട്ടിലേക്ക് വരിക. നല്ല റിസൾട്ടാണ്. അതുപോലെ ഐ എനർജീൻ്റെത് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കണ്ണില് എപ്പോ കണ്ണ് വലകെട്ടിയ പോലെ ചൊറിച്ചിലാണ്. അത് ഇപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പോണ്ടിയില് എന്റെ ഭാര്യയുടെ അനുഭവം, ഭാര്യ ഞാൻ അറിയാതെ തന്നെ കൈ പൊള്ളിയിട്ട് പോണ്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. പോണ്ടിയിലിട്ട് കൈ സുഖമായതിനു ശേഷമാണ് എന്നോട് പറയുന്നത്. അതൊന്ന് പിന്നെ അതുപോലെ ഇപ്പൊ മിനിഞ്ഞാന്ന് ഞമ്മളുടെ അടുത്തൊരു വീട്ടില് ഒരു താത്താക്ക് ഇതുപോലെ കാല് പൊള്ളിയിട്ട് ഞാൻ കൊടുത്തയച്ചു. ഇന്നലെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ്, നീര് വലിക്കുന്നൊന്നുമില്ല, വണക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഐ എനർജി എന്റെ ഭാര്യ 2 കണ്ണും സർജറി കഴിഞ്ഞതാണ്. ഇപ്പോ ഐ എനർജിയാണ് ഇറ്റിക്കുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ ഐ എനർജി ഞാനും ഉപയോഗിക്കുന്നുണ്ട്. എനിക്കും നല്ല ചൊറിച്ചിലിനൊക്കെ നല്ലൊരു മാറ്റമുണ്ട്. എന്റെ മോൾക്ക് ഇതേപോലെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. വലിയ മോൾക്ക് ഇതേപോലെ പുൽക്കുത്തിന്റെ കാലിന് പുൽക്കുത്തായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നഖം പറിച്ച് കളയണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അവളോട് കണ്ട പറയില്ല, ആ നഖം പറിപ്പിക്കുന്ന പൈസ കൊണ്ടാ എന്ന് പ്രത്യേകം പറയല. കാരണം എന്താ വെച്ചാല് അവൾ പൈസ അത് പറിക്കാതെ ഈ നമ്മളെ വൂണ്ട് ഹീൽ ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നഖം പറിച്ചിട്ട് പൈസ തങ്ങളാ ഡോക്ടർക്ക് കൊടുക്കേണ്ട പൈസ എനിക്കൊണ്ടുണ്ടാറിക്കാണ്ട് പറഞ്ഞത് കിട്ടുകയാണ്. എന്തായാലും നല്ല റിസൾട്ടാണ്. പിന്നെ ഞാനും ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ വീട്ടില് അതിനെ ഇപ്പൊ മകളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല കുഴപ്പമില്ല, നല്ല സാധനമാണ് കേട്ടോ, യാതൊരു ഇതുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഐ എനർജിന്റെ കാര്യം പറയാനുള്ളത്. ഇപ്പൊ എന്തായാലും കണ്ണിൽ ഉറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചൂടും പുകയും എടുക്കുന്ന ഒരു കണ്ണ് വേഗം ഉറ്റിച്ചു കഴിഞ്ഞാൽ കണ്ണിനൊരു കുളിർമണി വരുന്നതാണ്, തണുപ്പ്. ഒരു എന്താ ഒരു ഐസൊക്കെ വെച്ച മാതിരി ഇങ്ങനെ തോന്നും, അത്രക്ക് കുളിർമയാണ്. ഞാൻ ഡെയിലി പിന്നെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. 2-3 നേരം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ കൃത്യസമയമൊന്നുമില്ല. കൂടുതൽ പൊടിയോ അതല്ലെങ്കിൽ യാത്രയോ അതല്ലെങ്കിൽ കൂടുതൽ ടി വി അല്ല ഫോണോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അങ്ങനെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ ഐ എനർജി കൂടുതലും ഉപയോഗിച്ചു കൊടുക്കണം. ഒരു 3-4 നേരമൊക്കെ അതിനൊരു ടൈമൊന്നുമില്ല. ആ ടൈമിനൊക്കെ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ അത് ഉറ്റിക്കും. അത് ചില ദിവസം ഓരോ തുള്ളി ഉറ്റിച്ചു, ചില ദിവസം 2 തുള്ളി ഉറ്റിച്ചു. കറി തിളപ്പിക്കുമ്പോ കൈയുടെ വിലക്ക് അത്യാവശ്യം നല്ല നിലയിൽ കറി വീണ് നല്ല പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഒറ്റ പ്രാവശ്യം പരട്ടിയിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് തന്നെ അത്ഭുതം വന്ന ഒരു റിസൾട്ട് ആയിരുന്നു. അത്രയും കൈ പൊള്ളിയിട്ട് ഒറ്റ പ്രാവശ്യം പറ്റുമ്പോഴത്തേക്കും ആ ഒരു പൊള്ളലോ ബുദ്ധിമുട്ടോ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പിന്നെ ഉണ്ടായത് എന്റെ കാലിന്റെ അടിയിൽ ആണി ഉണ്ടായിരുന്നു, ചെറുതായിട്ടുള്ള ആണികൾ, ഒരുപാട് വലുതല്ല, എന്നാൽ ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ആണിക്കൊരു 3-4 ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. ഉമ്മന്റെ അടുത്ത് നിന്ന് കഞ്ഞിക്കാലം വീട് കാണാണ്ട് നന്നായിട്ട് പൊള്ളിയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അവര് പറഞ്ഞു ഞാനിങ്ങനെ മോളെ പൊള്ളിയിട്ട് കൊണ്ടുപോയിന്. ഡോക്ടർ പറഞ്ഞത് നല്ല പോളിട്ട് പോകും, മുറിയാവും, ഭയങ്കര ഡേഞ്ചർ ആയിക്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടി നമ്മളെ അടുത്തുണ്ട് പ്രൊഡക്റ്റ് പറഞ്ഞു. അങ്ങനെ ഓണ്ട് ഹീല് എന്റെ അടുത്തില്ല, എന്റെ ലീഡറായ കാരണം സമയത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഫുള്ള് തേച്ച് നല്ല റിസൾട്ടാണ്. ഒരു പൊള്ളിയിട്ടില്ല, കലകളില്ല. അതുപോലെ ആ മോക്ക് മുഖം നിറച്ച് പാലുണ്ണിയായിരുന്നു. എന്നിട്ട് നമ്മളെ ഓണ്ട് ഹീല് തേച്ചു, അത് പോയി. അതൊക്കെ ഞാനവിടെ നമ്മളതിൽ കാട്ടിയിരുന്നു.
പിന്നെ പറഞ്ഞാൽ എന്റെ അനിയന്റെ കുട്ടി ചായ ഉണ്ടാക്കുന്ന ഇടയിൽ 4 വയസ്സായിട്ടുള്ളൂ. ഓനെ വെള്ളമക്കൂടെ ചായക്കാലം വീണു, വെള്ളം തിളച്ച് ചിന്തിയിട്ട് പൊള്ളീനി. അപ്പൊ ഞാൻ ഉമ്മന്റെ അടുത്ത് കൊടുത്തീനി, എന്തേ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തേച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ അത് തേച്ചു. നല്ല റിസൾട്ടാണ്. പിന്നെ എനിക്ക് തന്നെ കുറെ റിസൾട്ട് ഉണ്ട്. കാലിന് നഖം കുത്തി കൊടുത്തിട്ടൊക്കെ ഞാൻ അത് തേച്ചു, നഖമൊക്കെ പറഞ്ഞു. നല്ല റിസൾട്ടാണ്. പിന്നെ കണ്ണിൻ്റെത് എനർജിൻ്റെതിന്റെ മൂക്ക് 2 കണ്ണ് നിറച്ചു കുരുവായിരുന്നു. ഞങ്ങൾ പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഉണ്ടല്ലോ മരുന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉറ്റിച്ചു. നല്ല റിസൾട്ടാണ്. ഇപ്പൊ ഒരു 2 കണ്ണു ഒരു വിധ നല്ല മാറ്റം കിട്ടിയാണ്. ഒന്ന് കുറച്ചും കൂടി ഉണ്ട്. പിന്നെ എന്റെ ചെറിയ മോള് അതുപോലെ ഓണ്ടയിൽ തന്നെയാണ്. മുഖം നിറച്ചും കുരുവായിരുന്നു. രാത്രി കിടക്കുമ്പോൾ നമ്മൾ തേച്ച് കൊടുക്കാറുണ്ട്. ഇപ്പൊ നല്ല റിസൾട്ടാണ്. ഓണ്ടഹീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകളുണ്ട്. കയ്യുമ്മ കുഴിനകത്തിന് തേച്ചിട്ട് നഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ചൂടുകുരു, പ്രത്യേകിച്ച് ചൂടൂരുണ്ടായിരുന്നു. ആ ചൂടൂരിനും തേച്ച് കൊടുത്തപ്പോ 3 ദിവസം കൊണ്ട് തന്നെ ആ ചൂടൂരു വളരെ നല്ല ഇതില് മാറ്റം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചട്ടിക്ക് എണ്ണ ഒഴിക്കുമ്പോ പിന്നെ നല്ലോണ്ട് എണ്ണ വെച്ചാല് ഓയിൽ ഇങ്ങോട്ട് കട്ടായി. അപ്പൊ കട്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു, മുറിച്ചിട്ട് ചട്ടിക്ക് ഒഴിച്ചു. ആ ഒഴിച്ച പാടിന്റെ ഇടത്തെ കൈയിന്റെ വെള്ളഭാഗത്തേക്ക് നല്ലോണ്ട് തെറിച്ച പാട് ഒരു 5 പൊള്ളനായിട്ട് വന്നു. ആ പൊള്ളനായിട്ട് വന്നതോടുകൂടെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ പോണ്ടിഹീനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ നല്ലോണ്ട് എടുത്തിട്ട് ഈ കയ്യിൽ നല്ലോണ്ട് പരട്ടി കൊടുത്തിട്ട് അവിടുന്ന് ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയാ, പ്ലാവിന്റെ ഇല കരിഞ്ഞതുപോലെ നല്ലോണ്ട് ഉണങ്ങി. പിന്നെ ഞാൻ ആ ഓയിൽമെന്റ് അവിടെ ഉപയോഗിച്ചിട്ടില്ല, ഒന്നുമില്ല. അത്രയും നല്ല റിസൾട്ടാണ് നമ്മളെ പോണ്ടിഹീനെ ഇതുവരെ. പിന്നെ അതിന്റെ പാട് പോലും ഇല്ല. അതൊരു 3 ആഴ്ചയായി, ഒരു പാട് പോലും കയ്യിലില്ല. പിന്നെ ഓണ്ടഹീൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ടുകളുണ്ട്. എന്റെ കൈ തന്നെ ചോറ് വെട്ടുന്ന സമയത്ത് കയ്യിലേക്ക് മറിഞ്ഞിട്ട് പൊള്ളി, നല്ലോണം നല്ല രീതിയിൽ തന്നെ പൊള്ളിയായിരുന്നു. പക്ഷെ ഓണ്ടയിൽ തേച്ചോടുകൂടി അതിന്റെ കല പോലും ഇല്ലാതെ ഉണങ്ങിപ്പോയി. അതുപോലെ തന്നെ നമ്മളെ വീടിന്റെ അടുത്തൊരു ചെറിയ 6 മാസമായ ഒരു കുഞ്ഞിന്റെ കൈ പൊള്ളിയിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടെന്ന് വെച്ചപ്പോൾ അത് ചെന്ന് പിടിച്ച് മറിഞ്ഞു പോയത്. അങ്ങനെ പൊള്ളിയിട്ട് കരച്ചിൽ കെട്ടി ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ കൈ പൊള്ളിയാന്ന് പറഞ്ഞു. വേഗം തന്നെ ഓണ്ടയിൽ കൊണ്ടുപോയി തേച്ചു കൊടുത്തു. അത് പിറ്റേന്ന് തന്നെ കൊച്ചിന്റെ കൈ പൊള്ളി ഒരു രേഖയില്ലാത്ത രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. പിന്നെ നമ്മളെ വീടിന്റെ അടുത്തുകൂടെയുള്ള വീടുകളിലൊക്കെ മുറിവിനായിട്ടും പൊള്ളലിനായിട്ടും കൊടുത്തിട്ട് നല്ല റിസൾട്ട് ആണുള്ളത്. അതുപോലെ തന്നെ ഐ എനർജി ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് നല്ല റിസൾട്ട് ഉണ്ട്. എന്റെ ഭാര്യയ്ക്ക് രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് കൈ പൊള്ളിയിരുന്നു. ചൂടുവെള്ളം മറിഞ്ഞിട്ട് നല്ലവണ്ണം പൊക്കള കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ വൂണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ നല്ലോണം പുരട്ടി കൊടുത്തു. പക്ഷെ എന്താണെന്നറിയില്ല, നല്ല പുകച്ചലുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പുകച്ചലിന്റെ കാഠിന്യം കുറഞ്ഞു. പിന്നെ പിറ്റേ ദിവസമായി കംപ്ലീറ്റ് അത് പോയി. പൊക്കളെല്ലാം അമർന്നു പോയി. അപ്പം അത്രക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ വൂണ്ട് ഹീലിനെ പറ്റി പറയുകയാണെങ്കിൽ. വൂണ്ട് ഹീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജ്യേഷ്ഠത്തിന്റെ മോനിക്ക് കുഴിനകത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവനിക്ക് ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇളം ചുടുവെള്ളത്തില് കാല് ഇട്ട് വെച്ചതിന്റെ ശേഷം, ഉപ്പിട്ടിട്ട് ഇട്ടതിന് ശേഷം ക്ലീൻ ആക്കിയതിന് ശേഷം വൂണ്ട് ഹീല് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നല്ല റിസൾട്ട് കിട്ടും. ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള നല്ല റിസൾട്ടാണ് അവനക്ക് കിട്ടിയത്. പിന്നെ എന്റെ കൈമേ വെയില് തട്ടിയിട്ട് കുഞ്ഞു പൊളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഒരു 2 പ്രാവശ്യം തേച്ചപ്പോ അതിനും നല്ല റിസൾട്ടാണ് സാറ് കിട്ടിയത്. പിന്നെ എന്റെ ഉമ്മാക്ക് വേറെ ഒരു കുഞ്ഞൊരു ചൊറി പോലെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ അതിനും ഞാൻ തേച്ചപ്പോ അതിനും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പൊ പുറത്ത് പോകുമ്പോഴും വെറുതെ കൈയുമ്മ സ്കിന്നുമ്മ ഒന്ന് തേച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. അത്രയും സംരക്ഷണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ കണ്ണിന്റെയും മൂക്കിന്റെയും അടുത്തായിട്ട് മുറിവ് എന്ന് പറഞ്ഞാല് ഒരു ആഴത്തിലെ മുറിവായിരുന്നു. മുറിഞ്ഞ് റൂമിൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഒറ്റക്കാ. ഇപ്പൊ വീണ് കൈയാണ് പിന്നെ വിളിച്ചപ്പം പറഞ്ഞ എനിക്ക് എന്തോന്ന് പറ്റിക്കല്ല, എന്താ പറ്റിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞിങ്ങനെ വീണിട്ട് മേശന്റെ കോണിനെ കൊണ്ടിട്ട് മൂക്കിന്റെ അടുത്ത് എന്തോ ഒരു മുറിവുണ്ട്. പക്ഷെങ്കിൽ ഈ രക്തം വരുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ വീണ് അവിടെ തരുത്തു പോയപ്പോ ഇതെന്താണ് പറ്റിയ നനവ് കണ്ടപ്പോഴാണ് ഈ രക്താണ് വരുന്നതെന്ന് അറിയുന്നത്. അപ്പോഴേക്കും ഇതിന്റെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേഗിലുണ്ട് ഒരു സാധനം വൂണ്ട് ഹീൽ എടുത്ത് ഇനി പെരട്ട് തൽക്കാലം ഞാൻ അവിടെ എത്താന്ന് പറഞ്ഞു. വലിയ കുന്നിന്റെ മുകളിൽ എത്രയോ കിലോമീറ്റർ ദൂരെയാണ്
വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഒരാളെ വണ്ടി സംഘടിപ്പിച്ച് റൂമിലെത്തുമ്പോഴേക്കും എന്റെ കണ്ണൊക്കെ ചോര കളറായി, ഈ കണ്ണിലേക്ക് രക്തം ഇറങ്ങാന്നറിയില്ല, അദ്ഭുതത്തിലായി, മുഖമൊക്കെ തടിച്ച് മുഖം കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഫുള്ള് എനിക്ക് കണ്ണാടിയിൽ വെക്കാനൊന്നും പറ്റൂല, കണ്ണൊക്കെ മൂടിപ്പോയി. ഈ എന്താണ് എന്റെ മുഖത്തിന്റെ അവസ്ഥ? ഇവര് വന്നേരാണ് അറിയുന്നത്, മുഖത്തൊക്കെ ഒന്നായിട്ട് രക്തമാണ് ഒലിച്ചു കിടക്കുന്നത്, ഈ കണ്ണിലൊക്കെ രക്തം ഇറങ്ങിപ്പോയി. ഒന്നും എനിക്ക് പുറത്തു പോയിട്ട് കാണിക്കാൻ പറ്റാത്ത ഒക്കെ ഒരവസ്ഥയായിരുന്നു. പക്ഷെ എന്നോട് മുണ്ടിയിൽ വെച്ച് ഈ മുറിവ് 2 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി. പക്ഷെ 8 മാസത്തോളം എന്റെ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളിലൊരു തടിപ്പായിരുന്നു, ഉള്ളിൽ സ്റ്റിച്ച് വേണ്ടിയത് കൊണ്ട് അത്രയും വലിയ മുറിവായിരുന്നു. ഒരു 8 മാസം കൊണ്ടാണ് ഈ മുറിവിന്റെ അടയാളം, വേദനയൊന്നുമില്ല, അടയാളം എനിക്ക് തൊടുമ്പോ മാറി കിട്ടിയത്. അത്രയും വലിയ മുറിവ്. അതുപോലെ തന്നെ ഞാൻ ചായ കാച്ചി മേശമേലേക്ക് കൊണ്ടുവച്ച് ചായ കൊണ്ട് പായുമ്പോ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഈ തെറിച്ചത് എന്റെ നെഞ്ഞു ഭാഗത്തേക്കാണ്. ഒരു ചാട്ടം ഞാൻ ചാടിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഓടി വന്ന് വാതിലടിച്ച്, ഇവിടെ ഉള്ള ആൾക്കൊന്നും അറിയില്ല ഞാൻ എന്താ ചെയ്തത്. ഞാൻ ഓടി. പക്ഷെ അലമാരിയിൽ തന്നെ പൊട്ടിച്ച് വെച്ച വുണ്ടിയിലുണ്ടായിരുന്നു. അതെടുത്ത് പെരട്ടി മഹരി നിസ്കാരത്തിന്റെ സമയമായിരുന്നു. പക്ഷെങ്കിൽ ഞാനൊരു 1/2 മണിക്കൂർ നിസ്കരിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന്, ആരും എന്നെ കാണുന്നില്ല, വിളിച്ചിട്ട് തുറക്കുന്നില്ല, അത്രയും അവസ്ഥയുള്ള ഒരു നീറ്റലായിരുന്നു. അത് പെരട്ടി ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എനിക്കത് ഒരു മാറ്റം വന്ന് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി വേഗം നിസ്കരിക്കാൻ പോയി. എന്താ സംഭവിച്ച? എന്റെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു ഇവിടുന്ന്. ജ്യേഷ്ഠത്തി പറയും ഒക്കെ എന്തോന്ന് പറ്റിക്ക്, ഓളും തുറക്കുന്നുമില്ല, ഓളെ കാണുന്നുമില്ല. പക്ഷെ എനിക്കറിയാം ഇത് പെരട്ടിയാൽ എനിക്കൊരു മാറ്റം വരും എന്നുള്ളൊരവസ്ഥ. അങ്ങനെ അത്ര 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് നീറ്റല് മാറി. അത്ര എന്താ പറയാ, അതിന്റെ റിസൾട്ട് പറഞ്ഞാനും അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റൂ.